ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ റെക്കോർഡഡ് ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ ബാൻഡേജസ് ആയിരുന്നു കണ്ടല്ലേ. അപ്പം ബാൻഡേജസ് എന്താണെന്നും അതിൻ്റെ ടൈപ്സും ഒക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഞാനൊരു സ്പെഷ്യൽ ബാൻഡേജ് ടീ ബാൻഡേജ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ടെയിൽഡ് ബാൻഡേജ്. ഇതൊക്കെ ഏകദേശം ഒരേപോലത്തെ ഇതാണ്. കാരണം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന രണ്ട് എഡ്ജസ് ഉള്ള അല്ലെങ്കിൽ ഒരു ബോഡി ഉള്ള അങ്ങനത്തെ ടൈപ്പ് ബാൻഡേജ് അല്ല. ഇതൊരു ടീ ഷേപ്പായിരിക്കും ബാൻഡേജ്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ പെരിനിയൽ സർജറീസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ടീ ബാൻഡേജസ് ആണ് അപ്ലൈ ചെയ്യുക. ടീ ഷേപ്ഡ് ആയിട്ടുള്ള ബാൻഡേജാണ്. അതേപോലെ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സ്കാൽപ്പ്, ഇയർ, ഐ, അങ്ങനെയുള്ള ഓർ പെരിനിയം ആസ്പെക്ട്സിലൊക്കെ നമ്മൾ ഈ ബാൻഡേജസ് യൂസ് ചെയ്യും. അതേപോലെ ഡബിൾ ടീ ബാൻഡേജ് ചിലപ്പോൾ നമ്മൾ എന്താ പറയുക, ചെസ്റ്റ് സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ ടൈപ്പ് രണ്ട് സൈഡിലും വരുന്ന രീതിയിൽ ബാക്കിലും പെരിനിയത്തിലും ഒക്കെ നമ്മൾ ഈ ഡബിൾ ടീ ബാൻഡേജ് അപ്ലൈ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ബാൻഡേജസ് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. ടെയിൽഡ് ബാൻഡേജിൻ്റെ പിക്ചർ ഞാൻ, അല്ലെങ്കിൽ ടീ ബാൻഡേജിൻ്റെ പിക്ചർ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് ഇട്ട് തരാം. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പോർഷൻ സ്ലിംഗ് ആണ്. ഓക്കെ, സ്ലിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കുക ഡെഫിനിഷൻ. Slings are used to provide support and protection for injured arm, wrist and hand, or for immobilizing an upper limb where there are arm or chest injuries. Okay, അപ്പോൾ സ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സപ്പോർട്ട് കൊടുക്കാനായിട്ട്, നമ്മൾക്ക് കൂടുതൽ ഫർദർ ഇഞ്ചുറീസ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ടീവ് ആസ്പെക്ട്സിൽ നമ്മൾ കൊടുക്കുന്നതിനാണ് സ്ലിംഗ് എന്ന് പറയുന്നത്. ഇപ്പം ഫ്രാക്ചർ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്ലാസ്റ്റർ കാസ്റ്റ് ഇട്ടിട്ടൊക്കെയുള്ള ആളുകൾക്കാണെങ്കിൽ കുറച്ചുകൂടി അറിയാൻ പറ്റും. ഈ നെക്കിൽ കൂടി ഒരു എന്താ പറയുന്നത്, ഒരു ഹാങ്ങിങ് പോസ്റ്ററിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് ചെസ്റ്റ് ആസ്പെക്റ്റിലേക്ക് ഹാൻഡ് ഒന്ന് ഫ്ലെക്സ് ചെയ്ത് വെക്കൂലേ. അപ്പോൾ അതങ്ങനെ തന്നെ ഇങ്ങനെ കീപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് എന്ത് ചെയ്യും, നമുക്കൊരു സ്ലിങ്, ഒരു കഴുത്തിലൂടെ ഒരു സ്ലിങ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് അങ്ങനെ ഹാങ് ചെയ്ത് ഒത്തിരി ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്കവിടെ സപ്പോർട്ട് ചെയ്ത് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ലിങ്സ് യൂസ് ചെയ്യുന്നത്. നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് ഒരു കോട്ടൻ്റെ ഒരു ലെങ്ത് ആയിട്ടുള്ള പോർഷൻ എടുക്കും. എന്നിട്ട് ലെങ്തി ആയിട്ടുള്ള ഗോസ് പീസിനകത്ത് നമ്മളത് വെച്ചിട്ട് ടൈ അപ്പ് ചെയ്തിട്ടാണ് നമ്മൾ എന്താ പറയുക, നെക്കിലൂടെ ഹോൾഡ് ചെയ്യാനായിട്ട് വെക്കുക. ഓക്കെ, ദർ ആർ ടൈപ്സ് ഓഫ് സ്ലിങ്സ്: ആം സ്ലിംഗ്, എലിവേഷൻ സ്ലിംഗ് ആൻഡ് ഇംപ്രൊവൈസ്ഡ് സ്ലിംഗ്. അപ്പോൾ നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്യുന്നതിന് ഇംപ്രൊവൈസ്ഡ് സ്ലിംഗ് എന്ന് പറയും. എലിവേഷൻ പർപ്പസിന് യൂസ് ചെയ്യുന്നതിന് നമ്മൾ എലിവേഷൻ സ്ലിംഗ് എന്ന് പറയും. ദെൻ ആമിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം, ഓരോന്നും പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ആം സ്ലിംഗ്. ആം സ്ലിംഗ് ആണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യാറുള്ളത്. നമ്മൾ കൂടുതലായിട്ടും പഠിക്കാനുള്ളത് ആം സ്ലിങ്ങിനെ കുറിച്ചാണ്. ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നിങ്ങൾക്കിത് അറിയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്താണ് സ്ലിങ്, അതിൻ്റെ യൂസ് എന്താണ് എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ ആ രീതിയിൽ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പം ടൈപ്സ് ഏതാണെന്ന് നോക്കുക. അതിനകത്ത് ആം സ്ലിങ്ങിനെ കുറിച്ച് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. ഓക്കെ, സോ ആം സ്ലിംഗ് ഈസ് യൂസ്ഡ് വെൻ ദർ ആർ ഇഞ്ചുറീസ് ടു ദ അപ്പർ ലിം ആൻഡ് ഫോർ സം ചെസ്റ്റ് ഇഞ്ചുറീസ്. അപ്പോൾ അപ്പർ ലിംബിന്, അപ്പർ എക്സ്ട്രിമിറ്റീസിന് ഇഞ്ചുറി വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള ആം സ്ലിങ്സ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഹോൾഡ് ദ ഫോർ ആം അക്രോസ് ദി ചെസ്റ്റ്, ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇറ്റ് വിൽ ഹെൽപ്പ് ടു ഹോൾഡ് ഇൻ പൊസിഷൻ അക്രോസ് ദി ചെസ്റ്റിൽ അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട്. ബട്ട് ഇറ്റ് ഈസ് ഓൺലി എഫക്റ്റീവ് ഇഫ് ദ കാഷ്വാലിറ്റി സിറ്റ്സ് ഓർ സ്റ്റാൻഡ്. കിടക്കുന്ന സമയത്ത് നമുക്കത് കൊണ്ട് യൂസ് ഇല്ല. എപ്പോഴും ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഫോർ ആം ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. Okay, it is useful. Then when an arm sling is in the correct position, the casualty's head will be slightly higher than the elbow. അപ്പോൾ ഒരു പൊസിഷനിൽ വെക്കണമെങ്കിൽ ഹാൻഡ് കുറച്ച് ഒരു എൽബോയേക്കാൾ കുറച്ചുകൂടി ഹയർ ആയിട്ട് വരുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട്. ഫ്ലാറ്റായിട്ട് വെക്കാൻ പാടില്ല, അല്ലെങ്കിൽ സെയിം ലെവലിൽ വെക്കുമ്പോൾ കുറച്ച് കംഫർട്ടബിൾ ആയിരിക്കില്ല. അപ്പോൾ ഹാൻഡ് കുറച്ചൊന്ന് എൽബോ ജോയിൻറ്റിനെ കുറച്ച് മുകളിലേക്ക് നിൽക്കുന്ന രീതിയിൽ. ഓക്കെ, എൽബോ ജോയിൻറ്റിൻ്റെ സെയിം ലെവലില്ല, കുറച്ചുകൂടി ഒന്ന് ക്രോസ് ചെയ്ത് വെക്കുന്ന രീതിയിൽ. അതായത് ഹാൻഡ് വയ്ക്കുമ്പോൾ നെക്സ്റ്റ് ഷോൾഡറിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ കുറച്ചൊന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. The base of the triangle bandage should lie at the root of the little finger, leaving the fingernails exposed. അപ്പോൾ നമ്മൾ ട്രയാങ്കിൾ ബാൻഡേജ് ആണ് വെക്കുന്നതെങ്കിൽ
അതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം എന്താണെന്നുള്ളത്. പക്ഷേ നമ്മുടെ ഫിംഗർ നെയിൽസൊക്കെ എക്സ്പോസ്ഡ് ആയിരിക്കണം ഫോർ ചെക്കിംഗ് ദ സർക്കുലേഷൻ ആസ്പെക്ട്സ്. ഓക്കെ, ആൻഡ് മെത്തേഡ് ഓഫ് ആപ്ലിക്കേഷൻ ഇസ് ആസ്ക് ദ കാഷ്വാലിറ്റി ടു സിറ്റ് ഡൗൺ ആൻഡ് സപ്പോർട്ട് ദ ഫോർആം ഓൺ ദ ഇൻജുവേർഡ് സൈഡ് വിത്ത് ദ റിസ്റ്റ് ആൻഡ് ഹാൻഡ് സ്ലൈറ്റ്ലി ഹയർ ദാൻ ദ എൽബോ. പറഞ്ഞു അല്ലേ. സോ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ നിന്നിട്ട് വേണം. കുറേ പ്രിൻസിപ്പിൾസ് നമ്മൾ ബാൻഡേജിങ്ങിൽ പറഞ്ഞു. അത് ആ സെയിം പ്രിൻസിപ്പിൾസ് നമുക്കിവിടെ സ്ലിങ് ആപ്ലിക്കേഷനും അപ്ലൈ ചെയ്യേണ്ടതാണ്. ഓക്കെ, കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പെർമിറ്റ് ചെയ്യുക. ദെൻ സപ്പോർട്ട് ദ ഫോർആം ഓൺ ദ ഇൻജുവേർഡ് സൈഡിൽ സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് ഇച്ചിരി എൽബോയേക്കാൾ കുറച്ചുകൂടി ഹയർ പൊസിഷനിൽ വെച്ചിട്ട് നമുക്ക് സ്ലിങ് ആപ്ലിക്കേഷൻ യൂസിങ് ദ ഹോളോ between the elbow and the chest. Slide one end of triangle bandage between the chest and forearm so that this point reaches well beyond the elbow. ഇതിനകത്ത് ആം സ്ലിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ കാണിക്കുന്നുണ്ട്. ഒരു ട്രയാങ്കിൾ ഷേപ്പായിട്ടുള്ള ബാൻഡേജ് എടുത്തിട്ട് അങ്ങനെ ചെയ്യാം. അതല്ലാണ്ട് നമുക്ക് ജസ്റ്റ് ഹാങ്ങിങ് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ പറഞ്ഞ പോലെ ഗോസും കോട്ടണും വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഇംപ്രവൈസ് ചെയ്തിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ. പിന്നെ അതൊന്നും ഇല്ലെങ്കിൽ വെറുതെ ക്ലോത്ത് എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് എയ്ഡ് ആകുമ്പോൾ ഫസ്റ്റ് എയ്ഡർ വലിയ മെറ്റീരിയൽസ് ഒന്നും തപ്പി പോകാനുള്ള സമയം ഉണ്ടാവില്ല. സോ അവൈലബിൾ ആയിട്ടുള്ള എന്താണോ ഉള്ളത് സോ അത് വെച്ചിട്ട് ക്ലീൻ ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ place the upper end over the shoulder on the sound side and around the back of the neck of the to the front of the injured area. ഈ പൊസിഷനിൽ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഹാൻഡ് അങ്ങനെ പ്ലേസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഒരു ലെയർ അല്ലെങ്കിൽ ഒരു കോർണർ നെക്കിൽ കൂടി നമ്മൾ ചുറ്റിയെടുത്തിട്ട് ഇപ്പുറത്തുള്ള കോർണർ വെച്ചിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, സപ്പോർട്ടിങ് ദ ഫോർആം, സപ്പോർട്ട് ഓഫ് ഫോർആം ആണ് കാണിക്കുന്നത്. ഓക്കെ, നോക്കുക പിക്ചറിൽ കാണിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഈ ഹാൻഡിൻ്റെ ഈ താഴേക്ക് കിടക്കുന്ന ഹാൻഡ് കഴിഞ്ഞിട്ട് താഴേക്ക് കിടക്കുന്ന പോർഷൻ തിരിച്ച് മുകളിലേക്ക് എടുത്തിട്ട് ഈ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഹാൻഡിൻ്റെ കൂടി ബാക്കിലേക്ക് ആ നെക്കിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലേ. ഒരു ഹാൻഡ് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എഡ്ജ് എടുത്തിട്ട് മറ്റേ എഡ്ജിലേക്ക് ടൈപ്പ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ആം സ്ലിങ് എന്ന് പറയുന്നത്. മറ്റുള്ള സ്ലിങ്സ് നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. എലിവേഷൻ സ്ലിങ്ങും ഇംപ്രൊവൈസ്ഡ് സ്ലിങ്ങും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എലിവേഷൻ പർപ്പസിന് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്താ പറയുക ഇംപ്രൊവൈസ്ഡ് സ്ലിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് നമ്മൾ ഈ സ്ലിങ് എന്നുള്ള പർപ്പസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിനാണ് എലിവേഷൻ സ്ലിങ് എന്നും ഇംപ്രൊവൈസ്ഡ് സ്ലിങ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സ്ലിങ് ആപ്ലിക്കേഷൻ ഈ ഒരു ആം സ്ലിങ് മാത്രം നിങ്ങൾക്ക് നോക്കിയാൽ മതി. ജസ്റ്റ് എന്താണെന്നുള്ളത് അറിഞ്ഞു വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇത് കേൾക്കുക, അതേപോലെ പിക്ചർ ഒന്നുകൂടി കാണുക. ഞാൻ നോക്കട്ടെ, സ്ലിങ്ങിൻ്റെ വേറെ പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ അതും കൂടി ഞാൻ സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പാഡിങ് ആൻഡ് സ്പ്ലിൻറ്റിങ്. ഓക്കെ, ഇത് ഞാൻ സ്പൈനൽ കോഡ് ഇഞ്ചുറി പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പേഷ്യൻറ്റിനെ സ്പ്ലിൻറ്റിങ് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബേസിക് റൂൾ ഓഫ് സ്പ്ലിൻറ്റിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വുഡൻ ആയിട്ടുള്ള മെറ്റീരിയലോ അല്ലെങ്കിൽ ഒരു ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് ആ പേഷ്യൻ്റെ അഫക്റ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറി ഉള്ള ഭാഗം ഇമ്മൊബിലൈസ് ചെയ്യുക അല്ലെങ്കിൽ മൊബിലിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ് സ്പ്ലിൻറ്റിങ് അല്ലെങ്കിൽ പാഡിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ബേസിക് റൂൾ ഓഫ് സ്പ്ലിൻറ്റിങ് ഈസ് ദാറ്റ് ദ ജോയിൻറ്റ് എബവ് ആൻഡ് ബിലോ ദ ബ്രോക്കൺ ബോൺ ഷുഡ് ബി ഇമ്മൊബിലൈസ്ഡ് ടു പ്രൊട്ടക്ട് ദ ഫ്രാക്ചർ സൈറ്റ്. അപ്പോൾ ഫ്രാക്ചർ ആയിട്ടുള്ള സൈറ്റ് മാത്രമല്ല ഇമ്മൊബിലൈസ് ചെയ്യേണ്ട ദ ഏരിയ ബിലോ ആൻഡ് എബവ് ദ ബ്രോക്കൺ ബോൺ. ആ ബ്രോക്കൺ ചെയ്തിരിക്കുന്ന ബോൺ ഇപ്പം കാഫ് ഏരിയയിലുള്ള ബോണാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. എന്ത് ചെയ്യണം, ഫുള്ളായിട്ടുള്ള ആ ഒരു ഫുൾ ജോയിൻറ്റ് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ സ്പ്ലിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ ലോവർ ലെഗ് ഈസ് ബ്രോക്കൺ ദ സ്പ്ലിൻ ഷുഡ് ഇമ്മൊബിലൈസ് ബോത്ത് ദ ആങ്കിൾ ആൻഡ് ദ knee. Pulses and sensation should be checked below the splint at least once per hour. ഓക്കെ, ഒരു പ്രാവശ്യമെങ്കിലും അവറിൽ ഓരോ പ്രാവശ്യവും പൾസ് റേറ്റും അല്ലെങ്കിൽ സെൻസേഷനും ചെക്ക് ചെയ്തിട്ടുണ്ടാവണം. നമ്മൾ പറഞ്ഞു എക്സ്ട്രിമിറ്റീസൊക്കെ നമ്മൾ എന്താ പറയുക ടിപ്സൊക്കെ ഫിംഗർ നെയിൽസൊക്കെ കാണുന്ന രീതിയിലാണ് എക്സ്പോസ് ചെയ്തിട്ടുള്ള രീതിയിലാണ് നമ്മൾ സ്പ്ലിൻറ്റിംഗ് ഒക്കെ ചെയ്യേണ്ടത്. സോ അത് ചെയ്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പൾസേഷനും ഫീലിങ്സ് സെൻസേഷനൊക്കെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, an effective splint helps to prevent further injury and to provide സബ്സ്റ്റാൻഷ്യൽ പെയിൻ റിലീഫ്. അപ്പോൾ കുറച്ച് നേരത്തേക്കെങ്കിലും പെയിൻ റിലീഫിന് നമുക്ക് എഫക്റ്റീവായിട്ടുള്ളൊരു സ്പ്ലിൻറ്റിങ് വളരെ ഹെൽപ്ഫുള്ളാണ്. ആൻഡ് ഇറ്റ് വിൽ പ്രിവെൻറ്റ് ദ ഫർദർ ഇഞ്ചുറി ടു ദ ഏരിയ. ഓക്കെ,
Then splints can be ready-made or can be made from basic materials. നമുക്ക് ഇന്നത് വേണമെന്ന് പറഞ്ഞിട്ട് നിൽക്കാൻ പറ്റില്ല, അതേപോലെ ഷോപ്പിൽ പോയി വാങ്ങിക്കൊണ്ട് വരാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. സോ ഫോർ എക്സാമ്പിൾ എ പേഴ്സൺ കുഡ് യൂസ് ബ്രാഞ്ചസ്, ബോർഡ്സ്, ലെയേഴ്സ് ഓഫ് കാർഡ്ബോർഡ് എക്സെട്ര. അപ്പോൾ കുറച്ച് ഹാർഡായിട്ടുള്ള എന്ത് മെറ്റീരിയൽസ് വേണമെങ്കിലും നിങ്ങൾക്ക് സപ്പോർട്ടീവ് മെഷറായിട്ട് യൂസ് ചെയ്യാം. വേണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇപ്പം ന്യൂസ് പേപ്പറൊക്കെ കുറച്ച് ബണ്ടിലായിട്ട് എടുത്തിട്ട് റോൾ ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഹാർഡായിട്ട് നമുക്ക് കിട്ടാൻ പറ്റുന്ന എന്ത് മെറ്റീരിയലാണോ അത് വെച്ചിട്ട് നമുക്ക് സ്പ്ലിൻറ്റ് ചെയ്യാം. These materials should be wrapped completely around the splinted extremities to secure the splint but should not be so tight as to block the circulation. നമ്മൾ ബാൻഡേജിങ് ചെയ്യുമ്പോൾ പറഞ്ഞതാണ് സർക്കുലേഷൻ ബ്ലോക്ക് ആകുന്ന രീതിയിൽ നമ്മൾ റാപ്പ് ചെയ്യാൻ പാടില്ല. സോ ദിസ് മെറ്റീരിയൽസ് ഷുഡ് ബി റാപ്ഡ് കംപ്ലീറ്റ്ലി അറൗണ്ട് ദ സ്പ്ലിൻറ്റഡ് എക്സ്ട്രിമിറ്റി ടു സെക്യൂർ ദ സ്പ്ലിൻറ്റ്. പക്ഷേ റാപ്പ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഒത്തിരി സർക്കുലേഷനെ ഹിൻഡർ ചെയ്യുന്ന രീതിയിലുള്ള ആപ്ലിക്കേഷൻ ആവാൻ പാടില്ല. അതേപോലെ തന്നെ മെറ്റീരിയൽസ് അങ്ങനെ ഹാർഡായിട്ടുള്ള മെറ്റീരിയലൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് വെക്കുന്നതിലും ഒരു ക്ലോത്ത് കൊണ്ട് കവർ ചെയ്തിട്ട് പേഷ്യൻ്റ് സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാവാത്ത രീതിയിൽ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുക. ഓക്കെ, then if the patient complains of tightness, tingling or numbness, the wrapping material should be released completely and the splint should be rewrapped more loosely. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം പേഷ്യൻ്റ് എന്തെങ്കിലും ഒരു ഭയങ്കരമായിട്ടുള്ള ടൈറ്റ്നസ്സോ അല്ലെങ്കിൽ ടിംഗ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻസേഷൻ ഇല്ലാത്തൊരു എന്തെങ്കിലും ഒരു തരിപ്പ് പോലെ ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ അറിയാണ്ടിരിക്കുക, അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ട് അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദ റാപ്പിംഗ് മെറ്റീരിയൽ ഷുഡ് ബി റിലീസ്ഡ് കംപ്ലീറ്റ്ലി. റാപ്പ് ചെയ്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് റിലീസ് ചെയ്ത് കൊടുക്കുക. ആൻഡ് അത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമാണല്ലേ, സ്പ്ലിൻറ്റിങ് ആവശ്യമുണ്ട്. സോ യു ക്യാൻ റീറാപ്പ് മോർ ലൂസ്ലി. ഓക്കെ, സ്പ്ലിൻറ്റിങ് വീണ്ടും ചെയ്യണം, പക്ഷേ കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലിങ്സ്, പാഡിങ്, സ്പ്ലിൻറ്റിങ് എന്നുള്ള ടോപ്പിക്ക്. അപ്പോൾ ഇത്രയും അറിഞ്ഞാൽ മതി നിങ്ങൾ. സ്പ്ലിൻസ് ഒക്കെ നമ്മളിവിടെ നിന്ന് കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ അത് രീതിയിൽ നമുക്ക് ചെയ്യാം. പ്രാക്ടിക്കൽ സെക്ഷനിൽ നമുക്ക് സ്പ്ലിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ഫസ്റ്റ് എയ്ഡ് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ടോപ്പിക് എന്ന് പറയുന്നത്. ഇതിനകത്ത് നോക്കിയാൽ സിലബസിനകത്ത് ആപ്ലിക്കേഷൻ ഓഫ് ബാൻഡേജസ് ആൻഡ് സ്ലിങ്സ്, ഷിഫ്റ്റിംഗ് ഓഫ് പേഷ്യൻ്റ് വിത്ത് സ്പൈനൽ ഡിസ്കൊക്കേഷൻ, ദെൻ പാഡിങ് ആൻഡ് സ്പ്ലിൻറ്റിങ്, ഫ്രാക്ചർഡ് ലിംസ്, ഇത്രയാണ് ചെറിയ പോയിൻറ്റ്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പെൻഡിങ് ആയിട്ടുള്ള ഫസ്റ്റ് ഇയറിൽ പെൻഡിങ് ആയിട്ടുള്ള ആകെ CPR മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫസ്റ്റ് ഇയറിലെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ എൻ്റെ കൂടെ CPRും കൂടെ കഴിയുമ്പോഴത്തേക്കും ഞാൻ നിങ്ങൾക്ക് ഈ നോട്ട്സ് മീൻസ് PPT സെൻഡ് ചെയ്ത് തരാം, ഗ്രൂപ്പിലിട്ട് തരാം. അപ്പോൾ എഴുതുന്നവരാണെങ്കിൽ പതിയെ കംപ്ലീറ്റ് ചെയ്താൽ മതി. സമയമെടുത്ത് നിങ്ങൾക്ക് ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് കിട്ടുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ എഴുതുക. അതെല്ലാം പ്രിൻ്റ് എടുക്കാനുള്ളവരാണെങ്കിൽ പ്രിൻ്റ് എടുക്കുന്നതിനും പ്രശ്നമില്ല. ഓക്കെ, ഇനി നിങ്ങൾ സിലബസ് വൈസ് നോക്കുക. സിലബസിൽ ഏതെങ്കിലും പോർഷൻ ഞാൻ എടുത്ത് തരേണ്ടതുണ്ടെങ്കിൽ പറയാം കേട്ടോ. ഒരു 20 hours പോർഷനാണ് ഫസ്റ്റ് ഇയർ നഴ്സിങ്ങിലുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പോർഷൻസ് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഞാനത് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ അല്ലെങ്കിൽ CPR എന്നുള്ള ടോപ്പിക്ക് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.